ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ട പെരട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റമാണ്. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടി ഒരു 4 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് പുഴുങ്ങി വരട്ടെ. ഇനി അതിലേക്ക് ഒരു 3 സവാള, 2 തക്കാളി, ഒരു ചെറുനാരങ്ങ. അപ്പോൾ 3 സവാള തന്നെ എടുക്കണം. ഇനി അതിലേക്ക് വേണ്ട 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചത്. ഇനി അതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ലോ ഫ്ലെയിമിലിട്ട് 1 സ്പൂണ് കുരുമുളകും 1/4 സ്പൂണ് വലിയ ജീരകവും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി അതൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ഇതേ കണ്ടീഷനായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അല്പം ചൂടാറിയതിന് ശേഷം ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ മസാലയെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ പൊടിച്ച് ഞാൻ ബൗളിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ സവോള ഇതേപോലെ നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ല രുചി ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ രീതിക്കാണ് ഞാൻ സവോള കട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സവോളയും കട്ട് ചെയ്തു. ഇനി നമ്മൾ തക്കാളി അതേപോലെ തന്നെയാണ് അല്പം നീളത്തിൽ ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളൊരു 1.5 സ്പൂണ് മാത്രം ഓയിൽ ഇതിൽ വേണ്ടി വരുള്ളൂ. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചത് ചേർത്തു. 2 പച്ചമുളക് കീറിയത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റോളം ഒന്ന് വഴറ്റുമ്പോൾ അതിൻ്റെ ഇതളൊക്കെ വിട്ട് നമ്മൾക്ക് വീഡിയോയിൽ കാണുന്ന ഈ സമയമാകുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അതേ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 3 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോൾ ശരിക്കും ഒന്ന് അതൊന്ന് വെന്ത് വന്നോളും. ഇതേമാതിരി വെന്ത് വന്നിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ മുളക് പൊടി ഒരല്പം കൂടുതലുണ്ട്. മുളക് പൊടി വളരെ കുറച്ച് മതി. പിന്നെ 1/4 സ്പൂണിലധികം ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമല്ലി ചേർക്കാം. ആ കുരുമുളക് ചൂടാക്കുന്ന സമയത്ത് മല്ലി ചേർത്തും പൊടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതൊന്ന് പച്ചമണം മാറോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ആ മസാലയൊക്കെ ശരിക്കൊന്ന് വെന്ത് വരട്ടെ. ഒരു 1.5 മിനിറ്റ് അതേപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ശരിക്കൊന്ന് വെന്ത് നല്ല സെറ്റായി വരും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കുറവായിട്ട് വന്നിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കൂടി ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതേ കണ്ടീഷൻ ആകുന്ന സമയത്ത് സ്വല്പം കൂടി 1 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഴിമുട്ട ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഡിസൈനായിട്ട് ആ ഒരു കോഴിമുട്ട 3 ആക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പതിയെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം എന്തായാലും കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിലും ഒരല്പം കൂടുതലായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ആ മസാലയൊക്കെ ആ കോഴിമുട്ടയിൽ ചേർന്ന് വരും. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ ആ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ മസാല ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില അതേപോലെ വിതറി കൊടുക്കുക. അപ്പോൾ സൂപ്പർ മുട്ട പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മുട്ട റോസ്റ്റ് എന്ന് പറയുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാൻ അതിലേക്ക് അവസാനമായിട്ട് ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ രുചി അപാരമായി. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് മുട്ട റെസിപ്പികളുണ്ട്. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് പകർത്താം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൂടെ നല്ല ഗോതമ്പ് ദോശയുണ്ട്. നല്ല നൈസായിട്ട് തിന്നായിട്ട് ഉണ്ടാക്കിയ ഗോതമ്പ് ദോശയും മുട്ട പെരട്ടും സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.